ഇന്ന് വരെ വേറെ ആരും പറഞ്ഞിട്ടില്ല. ആ വണ്ടി ബോട്ടൽ പറഞ്ഞത് ചാലി പറയും മുമ്പ് തന്നെ എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഗോപനെ ഇഷ്ടമായി. ഗോപന്റെ കുസൃതിയും. എന്നിട്ടും മീര സംസാരമൊക്കെ എന്റെ ജോലി. രോഗി സംസാരിച്ചൂടാ. ഗോപു, എനിക്കും ആരുമില്ല. അമ്മ ആരാണെന്നറിയില്ല, അച്ഛനാരാണെന്നറിയില്ല. അച്ഛനും അമ്മയുള്ള കുട്ടികൾ ഊഞ്ഞാലാടുകയും കണ്ണുകെട്ടി കളിക്കുകയും ചെയ്യുമ്പോൾ അനാഥാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഞാൻ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. എന്താ എന്റെ ജാതി, ഏതാ എന്റെ മതം എനിക്കറിയില്ല. ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള ദൈവങ്ങളുടെ പേരുകളിട്ട് എന്നെ വിളിച്ചു ശകാരിക്കാൻ. എനിക്കൊരു ദൈവമേ ഉള്ളൂ ഗോപു. അനാഥാലയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ എന്റെ മമ്മി, എന്നെ ഇന്നത്തെ മീരയാക്കിയ എന്റെ മമ്മി. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വീട്ടിൽ ഞാനും എന്നെ പ്രസവിക്കാത്ത എന്റെ മമ്മിയും മാത്രം. ഞാൻ മമ്മിയോടെല്ലാം പറഞ്ഞു. മമ്മി ഗോപുവിനെ കാണണമെന്നും പറഞ്ഞിരിക്കുക. ചാലി ഗോപുവിനോടെല്ലാം പറഞ്ഞു. ഈ ഒരു പരുവത്തിൽ ഇവനെ മമ്മി കാണാതിരിക്കാൻ നല്ലത്. ഇവന്റെ ഈ പാച്ചുവൊക്കെ ഒന്ന് മാറ്റി ഇവന്റെ പഴയ രൂപത്തിൽ സുന്ദര കുട്ടപ്പനായി ഇവനെ ഞാൻ മമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചോളാം. എന്താ പോരെ? ചായ. He is handsome. I am happy with him, Meera. കുടിക്കാൻ എന്താ വേണ്ടത്? Meera, bring them something to drink, will you? Yes, mommy. Mr. Gopu, Meera is a lovely child. അവളൊരു നല്ല കുട്ടിയാണ്. I am sorry. I have to leave her now. എനിക്ക് മടങ്ങിപ്പോകണം. To Australia. I am not coming back. ഗോപു, മീര ലവ് ഉണ്ടല്ലേ? എനിക്ക് മീരയെ ഇഷ്ടമാണ്. That's nice. മീരയെ കല്യാണം കഴിച്ചപ്പോഴെന്ന് ആഗ്രഹമുണ്ട്. ഇനി ആർക്കാണ് കൊടുക്കുന്നത്? ഞാൻ ഇനി ആർക്ക് കൊടുക്കാനാ മോനെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. മീര വിത്ത് കോപ്പു സ്റ്റൈൽ.
നിങ്ങൾ ഇതുവരെ? നല്ല ഫ്രണ്ട്സാ. കല്യാണത്തിന് തന്നെ കണ്ടതല്ലേ? ഗോപുവിനും മീരയ്ക്കും ഞങ്ങളൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. പിന്നെ പിന്നെ എന്തോന്നും ബുദ്ധിമുട്ട്? വരും, അകത്തേക്ക് ഇരിക്കാം. അല്ല മീരെ, ഗോപു എഴുന്നിട്ടില്ലേ? ഗോപേട്ടൻ രാവിലെ പോയല്ലോ. എവിടെ? ഹോട്ടലിലേക്ക്. അല്ല, അപ്പോ ഗോപു ഹോട്ടലിലാണോ താമസം? അയ്യോ അല്ല, മമ്മിയുടെ ഹോട്ടലാ അത്. ഇനിയിപ്പോ ഗോപേട്ടൻ വേണ്ട എല്ലാം നോക്കാൻ. ഇന്ന് ചാർജ് എടുക്കുക. ഓഹോ. ഓഹോ. ഹലോ, എങ്ങോട്ടാ? ഗോപുവിനെ ഒന്ന് കാണണം. ഗോപു ഗോപു. അങ്ങനെ ആളിവിടെ ഇല്ലല്ലോ. അല്ല, ഹോട്ടൽ സീലാൻഡ് ഇത് തന്നെയല്ലേ? ആ, ഹോട്ടൽ സീലാൻഡ് തന്നെയാ. ഇതിന്റെ ഉടമസ്ഥൻ ഗോപു. ഓ, ഗോപകുമാർ സാർ. ഉം. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഏ? ഇന്ന ദിവസം കാണാമെന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. ഗോപുവിനെ കാണാനേ ഞങ്ങൾക്ക് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അല്ലേ? അതെ. നിങ്ങളാരാ? സാറിന്റെ അളിയന്മാരാ? ആളിയന്മാരാണോ എന്ന് ചോദിച്ചാൽ ആളിയന്മാരല്ല, എന്നാ ആളിയന്മാരാണ് താനും അല്ലേ? ആ. യ്യോ, ദാ. ഗോപു വാ, അകത്ത് വാ. വാ. ഒന്ന് കയറുന്നേ. ദാ, ഇത് കൊള്ളാണോ ഗോപു? നീ അന്നൊരിക്കൽ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ കുറച്ച് ദിവസത്തെ ടൂറിലായിരുന്നു. ഇന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, മീരയെ കണ്ടു. അപ്പോഴാ നീ ഇങ്ങോട്ട് പോന്നു പറഞ്ഞത്. നിങ്ങളെന്തിനാ വീട്ടിൽ പോയത്? നേരെ ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു. ഇത് മീരയുടെ ഹോട്ടലാ അല്ലേ? അപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾക്ക് എന്ത് പരിപാടി? നീ പോയ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, വെറുതെ റോഡിൽ കൂടെ നടക്കും. ഞങ്ങളാ മുറി വിട്ട് കേട്ടോ. 1 2 ആയിട്ട് എടുത്ത് കയ്യിലുള്ള കാശും തീരാറായി. നീ പോയ പിന്നെ പഴയ തൊഴിൽ നിർത്തി. ഇവരല്ലേ കമ്പനി. ഉള്ളത് പറഞ്ഞ നിന്നെ കണ്ട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. നീ ഇവിടെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേരണം. എത്ര നാളെന്ന് കരുതിയാ ചുമ്മാ കുത്തിയിരിക്കുന്ന? പണിയെന്ന് പറഞ്ഞാലിപ്പോ ഹോട്ടലിൽ എന്ത് പണിയാ നിനക്ക് പറ്റിയത്? അങ്ങനെയൊന്നുമില്ല, എന്ത് പണിയാലും മതി. മാനേജറല്ലേ? ഒന്നാമത്തേക്ക് വരൂ. ഗോപേട്ടൻ ചെയ്തത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്താ അത്ര തെറ്റ്? അതല്ല ഗോപേട്ട, എത്രയായാലും ഗോപേട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ ചാളി ഉണ്ണിയും. അവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട ജോലി കൊടുക്കാമായിരുന്നില്ലേ? ജോലിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്തേനെ.